സഹോദരങ്ങളെ, അവസാന കാലത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും, ബഹുനിരാകുന്ന ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയുടെ ആദരണീയനായ പ്രസിഡന്റ് ആയിരുന്ന ബഹുമാനപ്പെട്ട KP ഉസ്താദ് അവറുകൾ, അള്ളാഹു അടുത്ത ദറജ ഉയർത്തുമാറാവട്ടെ. അവർ വഫാത്തായി. വലിയ സാത്വികനായ മനുഷ്യൻ, സമുന്നതനായ വ്യക്തി, ആലിമീങ്ങൾക്കിടയിൽ തന്നെ വളരെ പ്രസിദ്ധനായ വ്യക്തി, ഇൽമ കൊണ്ട് വളരെ കരുത്തുറ്റ വ്യക്തി, ജാമിയ നൂരിയ അറബിയുടെ പ്രഥമ വിദ്യാർത്ഥി, കുട്ടുമല ഉസ്താദിന്റെ പ്രിയപ്പെട്ട ശിഷ്യൻ, ആദ്യ ബിരുദധാരികളിൽപ്പെട്ട വ്യക്തി, ഒരുപാട് ശ്രേഷ്ഠതകൾ മെളിച്ചതാകുന്ന അദ്ദേഹം വിട പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ വ്യക്തിമുദ്ര എന്നുള്ളത് വിനയമായിരുന്നു. മറ്റുള്ളവരോട് വിനയം കാണിക്കുന്ന വ്യക്തി. ചെറിയ കുട്ടികളോട് വരെ മോനെ എന്നല്ലാതെ അദ്ദേഹം അഭിസംബോധന ചെയ്തിട്ടില്ല. എല്ലാവരോടും ഉലമാക്കൾ രേഖപ്പെടുത്തുന്നു, റസാനത്തുൽ ഇൽമി മൻ കാന തുസഖിലുഹു യംശി ബിഹാ ഖാദിയൻ മിഖ്ദാറ അഫ്ഖാലി ويسجد الغصن بالأثمار إذا حملت أشجاره داليا من بعد إدلالي. ഇൽമിന്റെ മുത്തുക്കുലകൾ അഥവാ വിജ്ഞാനത്തിന്റെ ശാഖോപശാഖകളിൽ മുങ്ങിക്കുളിച്ചിട്ടുള്ള ഒരു വ്യക്തി. യംശി ബിഹാ ഖാദിഅൻ മിഖ്ദാർ അഫ്ഖാലി. ആ വിജ്ഞാനത്തിന്റെ ഭാരം അതിന്റെ ഭാണ്ഡക്കെട്ടുമായി നടക്കുന്ന കാരണത്താൽ അദ്ദേഹം വിനയത്തിന്റെ ഭാഷയിൽ നടക്കും. അപ്പൊ നല്ല ആലിമാണ് എന്നുള്ളത് തിരിച്ചറിയപ്പോഴാണ്, വിനയം കാണുമ്പോഴാണ്. അദ്ദേഹം അഹങ്കാരം ഉണ്ടാവൂല, ധിക്കാരിയാവൂല, ആളുകളോട് ഷൗട്ട് ചെയ്യൂല, ഒച്ചപ്പാടുണ്ടാക്കൂല, വലിയ ഗരിമ കാണിക്കുന്നതാകുന്ന ശൈലി ഉണ്ടാവൂല. എല്ലാവരോടും വിനയത്തിന്റെ പ്രതീകത്തിൽ നിൽക്കുന്ന ഒരാളെ കണ്ടാൽ മനസ്സിലാക്കിക്കോ, അയാൾ നല്ല അറിവുള്ള വ്യക്തിയാണ്. എന്നിട്ട് അദ്ദേഹം ഉദാഹരണം പറയുന്നത്, വയസ്ജുദുൽ ഹുസ്നു ബിൽ അസ്മാരി ഇദ ഹമലത് അസ്ദാറുഹു ദാലിയൻ മിൻ ബഅദി ഇദ്ലാലി. നിങ്ങൾ നോക്കുന്നില്ലേ, വലിയതാകുന്ന ഫലവർഗ്ഗങ്ങൾ തിങ്ങി നിറഞ്ഞിട്ടുള്ളതാകുന്ന മാവിൽ മാമ്പഴത്തിൻ്റെതാകുന്ന ശിഖരങ്ങൾ കൊണ്ട് തിങ്ങി നിറഞ്ഞിട്ടുള്ളതാകുന്ന ഒരു ഭാഗം. ആ ഒരു ശിഖരത്തിൽ ധാരാളം മാമ്പഴങ്ങൾ ഉണ്ട് എങ്കിൽ ആ മാവിലെ ആ ശിഖരം അല്പാൽപമായി ഇങ്ങനെ വെയിറ്റ് കൂടി 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 വരുമ്പോൾ ഇങ്ങനെ താഴുന്നത് നിങ്ങൾ കാണുന്നില്ലേ? നല്ല ഫലവർഗ്ഗങ്ങളാണ് ഇൽമിനോട് ഉപമിക്കാൻ. അപ്പൊ ഇതേപോലെ അറിവ് നല്ലതുപോലെ സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് വിനയം കൂടും. നടുവളയൊന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം, മറിച്ച് നല്ല അറിവുള്ള വ്യക്തിക്ക് എപ്പോഴും വിനയം ഉണ്ടാവും. അങ്ങനെ എടുത്തു കാട്ടാൻ പറ്റിയിരുന്ന ഒരു സമുന്നതരായ ആലിമായിരുന്നു ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയെ നയിച്ചിരുന്ന മഹാലിമാം. അതുകൊണ്ടെന്താ, എല്ലാവർക്കും അദ്ദേഹം സുസമ്മതൻ. സമസ്തയുടെ മുഴുവൻ ആലിമീങ്ങളും ഉലമാക്കളും പണ്ഡിതന്മാരും ദക്ഷിണയുടെ ആലിമീങ്ങളും കേരളത്തിൽ അകത്തും പുറത്തുമുള്ള എല്ലാ മഹൽ വ്യക്തിത്വങ്ങളും അദ്ദേഹത്തിന്റെ വേർപാടിൽ നൊമ്പരപ്പെട്ടുകൊണ്ട് എല്ലാവരും പ്രാർത്ഥന നടത്തുന്നു. നമുക്കും അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യാം. അള്ളാഹു അദ്ദേഹത്തിന്റെ ദറജ ഉയർത്തുമാറാവട്ടെ, ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കുമാറാവട്ടെ, സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനമാനങ്ങൾ നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.